ഹായ്, എൻ്റെ പേര് ജസ്ലിൻ എൽ സജനു. എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഫോർ ഗ്രാഫ്സ് എന്ന് വെച്ചാൽ an alternate visual representation of a graph is via an adjacency matrix which is an n by n grid where n is the number of nodes where position I j represents the existence of a link between nodes I and j. This may be a binary matrix or the value represents the strength or weight of the link between two nodes. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഗ്രാഫ് ഉണ്ടാക്കില്ലേ, അതിന് പകരം വേറൊരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ആണ് അഡ്ജസൻസി മെട്രിക്സ് എന്ന് പറയാം. അതൊരു n by n ഗ്രിഡ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ ഓഫ് നോട്ട്സ്. എന്നിട്ട് അതിൻ്റെ ഒരു പൊസിഷന് അതിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഐ ജെ എന്ന് പറയുന്നതാണ്. ഐ ജെത്ത് പൊസിഷൻ ആണ് എന്ന് വെച്ചാൽ നോഡ് ഐയും നോഡ് ജെയും തമ്മിലുള്ള ഒരു ലിങ്കിനെ കാണിക്കുന്നതാണ്. മീൻസ് നോഡ് ഐയും നോഡ് ജെയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എ എന്ന് പറയുന്നത് ഇവിടെ ഡോട്ട് ഇല്ലാത്തതുകൊണ്ട് അതിന് ലിങ്ക് ഇല്ല എന്നും, ഈ എയും ബിയും തമ്മിൽ അവരിൽ കണക്ട് ചെയ്യുന്ന ആ ഡോട്ട് ഉള്ളതുകൊണ്ട് ലിങ്ക് ഉണ്ട് എന്നുമാണ് പറയുന്നത്. ഇതൊരു ബൈനറി മെട്രിക്സ് ആണ്, കാരണം വാല്യൂ ഉണ്ട് വാല്യൂ ഇല്ല. അതാണ്. പിന്നെ this method overcomes one of the biggest problem with node link diagrams, namely that of crossing edges, though it does not scale well to graphs with large numbers of nodes. എന്ന് വെച്ചാൽ ഇത് ഫേസ് ചെയ്യുന്ന ഒരു ബിഗ്ഗസ്റ്റ് പ്രോബ്ലം ആണ് ക്രോസിംഗ് എഡ്ജസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഗ്രാഫ് ഒക്കെ വരയ്ക്കുമ്പം അതിന് ഇന്റർ ക്രോസിംഗ് ലിങ്ക്സ് കാണും. എഡ്ജസ് തമ്മിൽ ഇന്റർ ക്രോസിംഗ് ലിങ്ക്സ് കാണും. അപ്പം അത് കുറച്ച് കോംപ്ലക്സ് ആയിരിക്കും, നമുക്ക് ഒന്ന് മനസ്സിലാവാൻ അല്ലെ പഠിച്ചെടുക്കാനൊക്കെ. അതിന് പകരം ഇങ്ങനത്തെ റെപ്രസെൻറ്റേഷൻ ആകുമ്പം കോംപ്ലക്സിറ്റി കുറയും, അതുപോലെ തന്നെ കുറച്ചുകൂടി ഈസി ആയിരിക്കും നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാവാനൊക്കെ. അതാണ് അവിടെ പറയുന്നത്. Bertin was one of the first researchers to investigate the power of this representation using different reordering strategies to organize the rows and columns to reveal structure within the graph. എന്ന് വെച്ചാൽ ബെർട്ടിൻ ആണ് ഇത് ആദ്യമായിട്ട് ഫസ്റ്റ് റീസെർച്ച് ചെയ്ത് ഇത് റീഓർഡറിങ് ചെയ്തത്. The importance of the reordering is apparent in figure where each matrix represents the same 8-node graph. ഇത് രണ്ടും ഒരു സെയിം 8-node graph ആണ്. ഇത് രണ്ടും 8-node graph ആണ്. The two 4-node clicks are clearly apparent in the second display. ഈ ഫസ്റ്റ് ഗ്രാഫിനെ റീഓർഡർ ചെയ്തതാണ് സെക്കൻഡ് ഗ്രാഫ്. റീഓർഡർ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ഒരു സ്ട്രക്ചർ ആയിട്ട് കാണിക്കുന്നതാണ് അതിനെയാണ് 2-4 നോഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നുവെച്ചാൽ റീഓർഡർ ചെയ്യുമ്പം നമുക്ക് ഒരു സ്ട്രക്ചർ കിട്ടും. ആ സ്ട്രക്ചർ ആണ് 2-4 നോഡ്. അത് 2-4 നോഡായിട്ട് നമുക്ക് കാണാൻ പറ്റും. There have been numerous algorithms propose the rows and columns of the matrix to expose the most structure. ഇത് റീഓർഡർ ചെയ്യാൻ കുറെ അൽഗോരിതംസ് ഉണ്ട്. അതിൽ രണ്ടെണ്ണമാണ് പ്രൈമർലി യൂസർ ഡ്രിവണും പ്യുവർലി ഓട്ടോമാറ്റിക്കും. Some are primarily user driven, which would support ordering based on the values in one of the rows or columns as a starting point. എന്ന് വെച്ചാൽ നമ്മൾ തന്നെ മീൻസ് നമുക്കിഷ്ടമുള്ള റോയോ കോളോ ഒക്കെ റീഓർഡർ ചെയ്ത് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാം. മീൻസ് നമുക്കിഷ്ടമുള്ള പോലെ അതിന്റെ കോളത്തിനെയും റോയെയൊക്കെ നമുക്ക് എന്താന്ന് വെച്ചാൽ റീഓർഡർ ചെയ്യാൻ പറ്റും. പക്ഷെ പ്യുവർലി ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫോർമുല അതിൽ അല്ലെങ്കിൽ ഒരു മെട്രിക് അവര് തന്നെ ആ ഒരു റീഓർഡർ ചെയ്യും. മീൻസ് അതിൻ്റെ അകത്ത് കാണും ഒരു ഫോർമുല ഓൾറെഡി, അത് ഇട്ട് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. തന്നെ അതിന്റെ സ്ട്രക്ചറിലേക്ക് ആയിക്കോളും. അതാണ് അവിടെ പറയുന്നത്. As an example, we can use a simplistic order evaluation strategy, namely to count the number of occurrence of matching elements in adjacent rows and columns. This tends to group nodes that link or don't link to a common node. In the figure above, the leftmost matrix has a score of 9 when counting only vertical neighbors, while the rightmost matrix has a score of 20. എന്ന് പറഞ്ഞാൽ
അതിന് പറ്റിയ ഒരു എക്സാമ്പിൾ ആണ് സിംപ്ലിസ്റ്റിക് ഓർഡർ ഇവാലുവേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഗ്രൂപ്പ് നോട്ട്സ് തമ്മിലുള്ള ഒരു ലിങ്ക് എന്ന് വെച്ചാൽ ദ ലെഫ്റ്റ് മോസ്റ്റ് മെട്രിക്സ് ഹാസ് എ സ്കോർ ഓഫ് 9. ലെഫ്റ്റ് മോസ്റ്റ് മെട്രിക്സ് തമ്മിൽ ഒരു സ്കോർ 9 കാണിക്കും എന്ന് വെച്ചാൽ അവിടെ അടുത്തടുത്തുള്ള ഒരു ലിങ്ക് മീൻസ് ആ ഗ്രാഫിൻ്റെ അകത്ത് നോക്കിയാൽ മനസ്സിലാവും വെർട്ടിക്കലായിട്ട് കിടക്കുന്ന ഒരു അടുത്തടുത്ത് കിടക്കുന്ന നോട്ട്സ്. അത് ഫസ്റ്റ് ഗ്രാഫിൽ 9 എണ്ണവും സെക്കൻഡ് ഗ്രാഫിൽ 20 എണ്ണവും ഉണ്ടെന്ന് വെർട്ടിക്കലായിട്ട്. By enumerating all possible orders, we can find the orderings that give the highest math score. ബാക്കിയുള്ള എല്ലാത്തിനെയും all possible ordersനെ enumerate ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ highest math score order ചെയ്യാൻ പറ്റും, find ചെയ്യാൻ പറ്റും. For modest numbers, the nodes, this would be an acceptable strategy, but since the number of possible orderings is on the order of n factorial, this approach does not scale well. Ordering of nodes is similar to the ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം. അതുപോലെ തന്നെ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലമും ഓർഡറിംഗ് ഓഫ് നോട്ട്സും സിമിലർ ആണെന്ന്. എന്ന് വെച്ചാൽ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം എന്ന് പറയുമ്പം എന്താ ഒരു സിറ്റിയിലേക്ക് പോകാൻ ഒരു പാത്ത് കണ്ടുപിടിക്കണമല്ലോ. എന്നാൽ ഏറ്റവും മിനിമം ഡിസ്റ്റൻസിൽ സിറ്റി എല്ലാം കവർ ചെയ്യുകയും വേണം. അപ്പം അതാണല്ലോ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം. അപ്പൊ ട്രാവലിംഗ് സെയിൽസ്മാന്റെ സൊല്യൂഷൻ ഇവിടെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ അത് ഉപയോഗിച്ച് നമുക്കൊരു സൊല്യൂഷൻ എന്താ റീഓർഡറിംഗിൽ കിട്ടും. അത് ട്രാവലിംഗ് സെയിൽസ്മാന്റെ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചാൽ നമുക്ക് ഇവിടെ റീഓർഡറിംഗിലും ആ സൊല്യൂഷൻ കിട്ടും. അതായിരുന്നു മെട്രിക്സ് റെപ്രസെന്റേഷൻ ഫോർ ഗ്രാഫ്. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ടൈം സീരീസ് ഡേറ്റ വിഷ്വലൈസേഷൻ. ടൈം സീരീസ് ഡേറ്റ വിഷ്വലൈസേഷനിൽ എന്താ പറയുന്നത് വെച്ചാൽ ടൈം ആൻഡ് ടൈം ഓറിയന്റഡ് ഡേറ്റ ഹാവ് ഡിസ്റ്റിങ്ക്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് മേക്ക് ഇറ്റ് വർത്ത് വൈൽ ടു ട്രീറ്റ് സച്ച് ഡേറ്റ ആസ് എ സെപ്പറേറ്റ് ഡേറ്റ ടൈപ്പ്. The following example illustrates the importance of time. ഇനി താഴോട്ട് വരുമ്പം ഒരു മൂന്ന് എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്. ആ എക്സാമ്പിളിലൂടെ നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ടൈമിനെ കുറിച്ച് കൂടുതൽ അറിയാം. Figure below shows 3 different visual representation of the same time oriented data set. ഒരു 3 ഡിഫറെന്റ് വിഷ്വലൈസേഷൻ സെയിം ടൈം ഓറിയന്റഡ് ഡേറ്റ സെറ്റ് ആയിട്ടുള്ള ഒരു 3 ഡിഫറെന്റ് വിഷ്വൽ റെപ്രസെന്റേഷൻ കാണിക്കുന്നുണ്ട്. വിച്ച് കണ്ടെയ്ൻസ് ദ ഡെയിലി നമ്പർ ഓഫ് കേസസ് ഓഫ് ഇൻഫ്ലുവൻസ ദാറ്റ് ഒക്കേർഡ് ഇൻ ദ നോർത്തേൺ പാർട്ട് ഓഫ് ജർമ്മനി ഡ്യൂറിംഗ് പീരിയഡ് ഓഫ് 3 years. ജർമ്മനിയിൽ 3 വർഷമായിട്ടൊരു ഇൻഫ്ലുവൻസ എന്ന് പറഞ്ഞ ഒരു ഡിസീസും അതിന്റെ ഡെയിലി കേസസ് വെച്ചാണ് ഡെയിലി നമ്പർ ഓഫ് കേസസ് വെച്ചുള്ള ഒരു ഗ്രാഫാണ് 3 ഗ്രാഫാണ് താഴെ കാണിക്കുന്നത്. The data exhibit a strong cyclic pattern. ഈ ഡേറ്റ എക്സിബിറ്റ് ചെയ്യുന്നത് ഒരു സ്ട്രോങ് സൈക്ലിക് പാറ്റേൺ ആണ്. The leftmost image uses a simple line plot to visualize the data. ആദ്യത്തെ ഫിഗർ ഒരു സിമ്പിൾ ഡേറ്റ വിഷ്വലൈസ് ചെയ്യുന്ന ഒരു സിമ്പിൾ ലൈൻ പ്ലോട്ടിൽ കൂടെയാണ്. Although peaks in time can be recognized easily when examining this representation, the cyclic behavior of the data, however, can only be guessed. First, ഇതെന്ന് പറയുന്നത് ഇവിടെ പീക്സ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഓരോ ടൈമിലും ഒന്നെങ്കിൽ കൂടി അല്ലെ കുറഞ്ഞു. അപ്പൊ അത് ഓരോ ടൈമിലാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സൈക്ലിക് റെപ്രസെന്റേഷൻ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. മീൻസ് ഒരു ഗസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അതാണ് ഫസ്റ്റിൽ പറയുന്നത്. ഇൻ കോൺട്രാസ്റ്റ് ഇനി അടുത്ത 2 ഫിഗറിൽ ദ മിഡിൽ ആൻഡ് റൈറ്റ് ഇമേജ് ഇൻ ദ ഫിഗർ ഷോ എ സർക്കുലർ റെപ്രസെന്റേഷൻ. അതിൽ രണ്ടിലും മീൻസ് സെക്കൻഡ് ആൻഡ് തേർഡ് ഫിഗറിൽ ഒരു സൈക്ലിക് റെപ്രസെന്റേഷൻ കാണിക്കുന്നുണ്ട്. ദാറ്റ് എംഫസൈസ് സൈക്ലിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടൈം ഓറിയന്റഡ് ഡേറ്റ ബൈ യൂസിങ് എ സ്പൈറൽ ഷേപ്ഡ് ടൈം ആക്സിസ്. ഇതെന്ന് പറയുന്നത് ഒരു സ്പൈറൽ ഷേപ്ഡ് ടൈം ആക്സിസ് ആണ് അവിടെ കാണിക്കുന്നത്. For the left spiral, the cyclic pattern is not visible. സെക്കൻഡ് ഗ്രാഫിൻ്റെ അകത്ത് നമുക്ക് ഒരു സൈക്ലിക് പാറ്റേൺ കറക്റ്റ് ആയിട്ട് വിസിബിൾ ആവുന്നില്ല. ദിസ് ഈസ് ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു സൈക്കിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 28 ദിവസമാണ്. പക്ഷെ ഇവിടെ ഇതിന്റെ സൈക്കിളിന്റെ സെറ്റ് എന്ന് പറയുന്നത് 24 ദിവസമേ ഉള്ളൂ, 24 days.
which does not match the pattern in the data. അതുകൊണ്ട് തന്നെ ഇത് ആ പാറ്റേണിന് ആ ഡേറ്റയ്ക്ക് മാച്ച് ആവുന്നില്ല ഈ പാറ്റേൺ. അടുത്ത തേർഡ് ഫിഗറിൽ എന്ന് പറയുന്നത് ഇതൊരു റൈറ്റ് സ്പൈറൽ representation ആണ്. In the figure is adequately parameterized with a cycle of length of 28 days. ഇതെന്ന് പറയുന്നത് ഒരു 28 days ഉള്ള ഒരു cycle ആണ്, which immediately reveals the periodic pattern present in the data. ഇത് എന്താ ഡേറ്റയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന പീരിയോഡിക് പാറ്റേൺ, ഇതൊരു സൈക്ലിക് സ്ട്രക്ചർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒബ്സർവിംഗ് ദ പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടൈം ക്യാൻ സിഗ്നിഫിക്കൻ്റ്ലി ഇംപ്രൂവ് ദ expressiveness of visual representation. Hence it is vital to എന്ന് വെച്ചാൽ ഇവിടെ ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടൈം സിഗ്നിഫിക്കൻ്റ്ലി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി രണ്ട് കാര്യങ്ങളുണ്ട്. ചൂസ് എ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഫിറ്റ്സ് ദ ഡേറ്റ ക്യാരക്ടറിസ്റ്റിക്സ്. ഡേറ്റ ക്യാരക്ടറിസ്റ്റിക്സ് ഫിറ്റ് ചെയ്യണമെങ്കിൽ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ആയിരിക്കണം. രണ്ടാമത്തേന്ന് പറയുന്നത് പാരാമെട്രൈസ് ദ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ അക്കോർഡിംഗ്ലി ഇൻ ഓർഡർ ടു ഏബിൾ ടു ഡിറ്റക്ട് പാറ്റേൺസ് ഹിഡൻ ദ ഡേറ്റ. പാരാമെട്രൈസ് ചെയ്ത് വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ എന്താ ഡേറ്റയിൽ ഹിഡൻ പാറ്റേൺസ് കാണും. ഓർഡർ ടു ഏബിൾ ടു ഡിറ്റക്ട് പാറ്റേൺസ് ഹിഡൻ ആയിട്ട്. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ characterizing time oriented data. Characteristic time oriented data എന്ന് പറഞ്ഞാൽ when modeling time in information system, the goal is not to perfectly imitate the physical dimension time, but to provide a model that is best suited to reflect the phenomena under consideration and support the analysis task at hand. എന്നുവെച്ചാൽ നമ്മളൊരു മോഡൽ ഉണ്ടാക്കുമ്പം അതിൻ്റെ ആക്ച്വൽ ടൈമിനെ ഇമിറ്റേറ്റ് ചെയ്യാനല്ല നോക്കുക, പകരം ഒരു ഡേറ്റയ്ക്ക് അനുസരിച്ച് അതിൽ ചെയ്യേണ്ട പല അനാലിസിസുകളും അതിനെ എന്താ കറക്റ്റായിട്ട് സ്യൂട്ട് ചെയ്യുന്ന ഒരു ഡയമെൻഷൻ കൊടുത്തു നോക്കുക. അതല്ലേ, അപ്പം ആ മോഡലിന് അനുസരിച്ചുള്ള ഒരു ടൈം അതാണ് ഇവിടെ കൊടുക്കാൻ നോക്കേണ്ടത്. ആ മോഡലിന് അനുസരിച്ചുള്ള ഒരു ടൈം അതാണ് ഇവിടെ പറയുന്നത്. Moreover, there is nothing like a single correct model or taxonomy of time. There are many ways to model time in information system, and time is modeled differently for different application depending on the particular problem. ഈ ടൈം മോഡൽ ചെയ്യാൻ കുറേ വഴികളുണ്ട്. ഏത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് ആ ഡേറ്റ അനുസരിച്ച് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. In our examples, principal orthogonal aspects are represented to characterize different types of system. Characterize different types of time. ഇനി മുമ്പോട്ട് പോകുന്ന എക്സാമ്പിളിലൊക്കെ നമുക്ക് ടൈം മോഡൽ ചെയ്യുന്നത് പ്രിൻസിപ്പൽ ഓർത്തോഗണൽ ആസ്പെക്ട്സ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ വെച്ചാണ്. ഇത്രയുള്ള എൻ്റെ പോർഷൻ. താങ്ക് യു.